മാധ്യമങ്ങളിൽ പൊള്ളിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തീപാറി ഇപിയുടെ കട്ടൻ ചായയും പരിപ്പുവടയും. മാസങ്ങൾക്കിപ്പുറം കേരളത്തിൽ 2 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഇങ്ങനൊരു പുസ്തകത്തിന്റെ വിവരങ്ങൾ പുറത്തുവരികയും കൂടാതെ DC പോലും ഇത്രയും നാൾ ഇങ്ങനെ ഒരു പുസ്തകത്തിനെ കുറിച്ച് സൂചന പോലും നൽകാതെ മുഖചിത്രവും അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായൊരു അജണ്ടയില്ലേ? കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിലാണ് EP ജയരാജൻ തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ തയ്യാറെടുക്കുന്നത്. DC ബുക്സ് ആണ് പുസ്തക പ്രസാധകർ. പുസ്തകം എഴുതുന്നതും അത് പ്രസിദ്ധീകരിക്കുന്നതും തെറ്റല്ല. പക്ഷേ പാർട്ടി നടപടിക്ക് വിധേയനായി നിൽക്കുന്ന ഒരു ഉന്നതനായ നേതാവ് കുറച്ചു ദിവസം കൊണ്ടെഴുതി തീർക്കുന്ന ആത്മകഥയുടെ സാരാംശം സംശയങ്ങൾക്ക് വഴിയൊരുക്കും. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിലെ പരാമർശങ്ങൾ പാർട്ടിയെയും പിണറായിയെയും വീണ്ടും വിവാദങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ എന്തിനും ഏതിനും ഒരു സമയമുണ്ട്. അസമയത്ത് ചെയ്യുന്ന പ്രവൃത്തിയും പോയ കോടാലി കണക്കെ പറയുന്ന വാക്കുകളുമെല്ലാം കഷ്ടകാലമാണെങ്കിൽ പാമ്പായും പാരയായും വരും. അതുകൊണ്ട് തന്നെ നേതാക്കൾ സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കാറുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും എത്രയൊക്കെ ബുദ്ധിപരമായി നീങ്ങിയാലും അബദ്ധങ്ങളിൽ പെട്ടുപോകുന്നവരും കുറവല്ല. ബുദ്ധി കൂർമ്മത കൊണ്ട് പിടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ സംഘബലം കൊണ്ട് ഇല്ലാതാകുന്നത് പതിവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെയും ഇടതുമുന്നണിയെയും പിടിച്ചുലച്ചതായിരുന്നു EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ. ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനുമാണ് കൂടിക്കാഴ്ച വെളിപ്പെടുത്തിയത്. EP BJP-യിലേക്ക് പോകുന്നു എന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു. CPM-ഉം LDF-ഉം പ്രതിരോധത്തിലായി. വലിയ വിവാദമായപ്പോൾ EP-യെ പ്രതിരോധിച്ച് CPM രംഗത്തെത്തിയിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ EP ജയരാജൻ കൂടിക്കാഴ്ച തുറന്നു സമ്മതിച്ചു. മകന്റെ വീട്ടിൽ വന്നാണ് ജാവേദ്കർ കൂടിക്കാഴ്ച നടത്തിയതെന്ന് ജയരാജൻ പറഞ്ഞത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു. തുടർന്ന് മാസങ്ങൾക്ക് ശേഷം EP LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റി. നടപടിയില്ലെന്നും EP ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിഞ്ഞുവെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് വിശദീകരിച്ചത്. മാസങ്ങൾക്കിപ്പുറം കേരളത്തിൽ 2 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെയാണ് കട്ടൻ ചായയും പരിപ്പുവടയിലൂടെ വിവാദങ്ങൾ എടുത്തിടുന്നത്. പിണറായി വിജയൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന പുസ്തകത്തിലെ പരാമർശങ്ങൾ പാർട്ടിയെ വെട്ടിലാക്കുന്നതാണ്. 2ാം പിണറായി സർക്കാർ വളരെ ദുർബലമാണ്. ദേശാഭിമാനിക്കായി പരസ്യവും ബോണ്ടും വാങ്ങിയത് പാർട്ടിയുമായി ആലോചിച്ചാണെന്നും എന്നാൽ VS അച്യുതാനന്ദൻ അത് തനിക്കെതിരെ ആയുധമാക്കിയെന്നത് അടക്കമുള്ള വിമർശനങ്ങളാണ് പുസ്തകത്തിലുള്ളത്. ആദ്യ മുഖ്യമന്ത്രി മുതിർന്ന CPM നേതാവുമായിരുന്ന EMS നമ്പൂതിരിപ്പാടിനൊപ്പം EP ജയരാജൻ നിൽക്കുന്ന ചിത്രമാണ് പുസ്തകത്തിന്റെ കവർ. കട്ടൻ ചായ പിടിച്ചു നിൽക്കുന്ന EMS-നെ ചിരിയോടെ നോക്കുന്ന ജയരാജനാണ് ചിത്രത്തിലുള്ളത്. ഇന്ന് വയനാടും ചേലക്കരയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ ദിവസം പുസ്തകത്തെ കുറിച്ചുള്ള ചർച്ചകൾ പോലും വലിയ തിരിച്ചടി പാർട്ടിക്ക് നൽകുമെന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം EP ജയരാജന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ അത്തരമൊരു സർക്കാസം ജ്വലിപ്പിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും കട്ടൻ ചായയും പരിപ്പുവടയും മാത്രം തിന്ന് ജീവിക്കണമെന്നാണോ പറയുന്നത്? ഇത് EP ജയരാജന്റെ തന്നെ പ്രസിദ്ധമായ ഒരു ഡയലോഗാണ്. ഒരു പൊതുവേദിയിൽ നിന്നായിരുന്നു ഇത് അദ്ദേഹം പറഞ്ഞതും. പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും ഇതേ മറുപടി ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുസ്തകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിഷേധിച്ച് EP ജയരാജൻ രംഗത്തെത്തി. പുസ്തകം താൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും EP പറഞ്ഞിരുന്നു. ഞാൻ എഴുതിയെടുത്തോളമുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് വന്ന ഒരു കാര്യവും ഞാൻ എഴുതിയതുമല്ല. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി അത് പ്രസിദ്ധീകരിക്കുമെന്ന വാർത്തയാണ് ഞാൻ കാണുന്നതെന്നും EP കൂട്ടിച്ചേർത്തിരുന്നു. CPM MLA ആയിരുന്ന സെൽവരാജ് രാജിവെച്ച് UDF പിന്തുണയോടുകൂടി ഉപതെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ മെയ് 4-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ അനുശോചനം അറിയിക്കാൻ വടകരയിലെ ഒഞ്ചിയം വീട്ടിലെത്തിയ സാഹചര്യവും അതുണ്ടാക്കിയ അന്നത്തെ രാഷ്ട്രീയ കൊടുങ്കാറ്റ് നമുക്കെല്ലാവർക്കും അറിയാം. അതേ സാഹചര്യമാണ് EP ജാവേദ്കർ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയും. തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിൽ തന്നെ വന്ന ആ വാർത്ത CPM-നെ വെട്ടിലാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് EP-യെ പുറത്താക്കാൻ നടപടിയെടുത്തത്. അതിനുശേഷം ഈ അടുത്ത് സീതാറാം യെച്ചൂരിയുടെ മരണത്തിനു ശേഷമാണ് EP CPM-ലേക്ക് തിരിച്ചു വരുന്നത്. ഈ അവസരത്തിലാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉടനെയൊന്നും കെട്ടടങ്ങാൻ സാധ്യതയില്ല. 2ാം പിണറായി സർക്കാരിന് ആദ്യ പിണറായി സർക്കാരിന്റെ ഭരണവുമായി ഉപമിക്കുമ്പോൾ പാർട്ടിക്കോ സർക്കാരിനോ ജനങ്ങൾക്കോ ഒരു തരത്തിലുള്ള മതിപ്പുമില്ല എന്നും എന്നെ സർക്കാർ മാറ്റുമ്പോൾ എന്റെ വിഷയം കേൾക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിരുന്നില്ല എന്നും EP പറഞ്ഞിരുന്നു. ഈ ഉയർന്നു വരുന്ന പരാമർശങ്ങൾ LDF-നെയും CPM-നെയും പ്രതിരോധത്തിലാക്കുന്നത് 20-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള പരാമർശമാണ്. അവസരവാദി രാഷ്ട്രീയത്തിനൊപ്പം CPM നിൽക്കരുത് എന്ന് ഉയർത്തിക്കാട്ടിയാണ്. ഡോക്ടർ P സരിൻ വരും കാലത്തെ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. ഇതിന് ഉദാഹരണമായി അടുത്തിടെ LDF-ൽ നിന്ന് വിട്ടുപോയ PV അൻവറിന്റെ അനുഭവമാണ് എതിർ കമ്മിറ്റി അംഗം കൂടിയായ EP പറഞ്ഞു വെക്കുന്നത്. തിരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരെ വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തതാണിത്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. എന്റെ പുസ്തകം താമസിക്കാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. മാതൃഭൂമി DC ബുക്സ് എന്നിവർ പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു. ആലോചിച്ചു.
ആലോചിച്ച് പറയാം എന്നായിരുന്നു എന്റെ മറുപടി. പുസ്തകത്തിന്റെ പുറംചട്ട ഇന്ന് ആദ്യമായാണ് കാണുന്നത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. DC ബുക്സിനെ ഒരു കരാറും ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞിരുന്ന EP ജയരാജനാണ് പാർട്ടിയിൽ നിന്നേറ്റ കടുത്ത പ്രഹരത്തിൽ AKG സെന്ററിൽ നിന്നും തന്റെ കണ്ണൂരുള്ള സ്വന്തം വീട്ടിനുള്ളിൽ വീണപ്പോൾ പഴയ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ജീവിതകഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൽ എന്തൊക്കെയാകും ഉണ്ടാവുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിപ്ലവങ്ങളും എതിരാളികളും ഇല്ലാതെ, ആന്തരിക നവീകരണവും ഉൾപാർട്ടി പോരാട്ടവും ഒന്നുമില്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വളരാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. കഴുത്തിൽ ഇപ്പോഴും ബുള്ളറ്റ് ഇരിപ്പുണ്ടെന്ന സ്വബോധത്തിൽ നിന്നുമാണ് ഈ പുസ്തകം രൂപപ്പെട്ടതെന്ന് വ്യക്തമായി. EP ജയരാജനുമായി കരാറുണ്ടെന്ന് DC ബുക്സ്. DC ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിലും കരാറുണ്ടെന്നാണ് DCയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നീട്ടിവെച്ചതായി DC ബുക്സ് അറിയിച്ചിരുന്നു. എന്നാൽ DC ബുക്സിനെ പോലെ ഇത്രയും കാലപ്പഴക്കവും പാരമ്പര്യവുമുള്ള പബ്ലിഷേഴ്സിന് തെറ്റുപറ്റിയതാണെന്ന് പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് അത് ചിന്തിക്കുവാനും മനസ്സിലാക്കാനുമുള്ള ബോധമില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടനടി എത്തുവാൻ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.